പഞ്ചാബിലെ ജലന്ധറിലെ BSF ആസ്ഥാനത്തിന് മുന്നിൽ സ്ഫോടനമുണ്ടായി. നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്കൂട്ടർ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജലന്ധറിന് പുറമെ അമൃത്സറിലും സ്ഫോടനമുണ്ടായി. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, വീണ്ടും സ്ഫോടനങ്ങൾ രണ്ടിടത്ത് ഉണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതേപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് നിലവിൽ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം? മോത്തി, ഇന്നലെ രാത്രിയാണ് പഞ്ചാബിലെ രണ്ടിടങ്ങളിൽ സ്ഫോടനമുണ്ടായത്. രണ്ടും വ്യത്യസ്ത സമയങ്ങളിലാണ് സ്ഫോടനമുണ്ടായത്. പഞ്ചാബിലെ ആദ്യം സ്ഫോടനമുണ്ടായിട്ടുള്ളത് ഈ ജലന്ധറിലാണ്. ജലന്ധറിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. BSF ഹെഡ്ക്വാർട്ടേഴ്സിന് തൊട്ട് മുൻപിൽ വെച്ചാണ് ഈ സ്ഫോടനമുണ്ടായത്. ഈ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ CCTV ദൃശ്യങ്ങൾ വഴി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറിയുണ്ടോ, ഈ പഞ്ചാബ് ഒരു അതിർത്തി സംസ്ഥാനമായതിനാൽ തന്നെ പാകിസ്ഥാന്റെ ഇടപെടലുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജലന്ധറിന് പുറമെ ഈ അമൃത്സറിലുണ്ടായ സ്ഫോടനം എന്ന് പറയുന്നത് ഖാസ കന്റോൺമെന്റിന് തൊട്ട് മുൻപിൽ വെച്ചായിരുന്നു. ഈ സ്ഫോടനവുമായി ജലന്ധറിൽ നടന്ന സ്ഫോടനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ പഞ്ചാബിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ വിഘടനവാദികൾക്ക് വേണ്ടിയുള്ള കോമ്പിംഗ് ഓപ്പറേഷൻസ് എല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെ കൂടി ഇടപെടലോട് കൂടി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള പ്രതികരണമാണോ ഈ സ്ഫോടനങ്ങൾ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ പൊട്ടിത്തെറിച്ച ആ സ്കൂട്ടറിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഫോടനത്തിന് പിന്നിൽ സ്കൂട്ടർ ഉടമ തന്നെ ആകണമെന്നില്ല എന്നൊരു അനുമാനം കൂടി പോലീസിനുണ്ട്. എന്നിരുന്നാലും ഈ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള എല്ലാ ആംഗിളുകളും അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. നേരത്തെ ജലന്ധറിലുണ്ടായ സ്ഫോടനത്തിൽ ഈ സെക്യൂരിറ്റി ഗാർഡായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു BSF ജവാനും അതോടൊപ്പം തന്നെ ആ സ്കൂട്ടർ ഉടമയ്ക്കും നേരിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ആർക്കും ഗുരുതരമായ മറ്റു പരിക്കുകളൊന്നും രണ്ട് സ്ഫോടനത്തിലുമില്ല. എന്തായാലും ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സീല് വെച്ച് അവിടെ ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. രണ്ടിടത്താണ് സ്ഫോടനം ഇന്നലെ രാത്രി ഉണ്ടായത്. വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ്.